കാട്ടുപോത്തിനും കാട്ടാനയ്ക്കുമുള്ള വിവേകമെങ്കിലും പിണറായി വിജയന് കാണിച്ചുകൂടെ? വന്യമൃഗ ആക്രമണങ്ങൾക്കെതിരെ നടപടിയെടുക്കുന്നില്ല എന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് നടത്തിയ കളക്ടറേറ്റ് മാർച്ചിൽ സംഘർഷം. പോലീസിന് നേരെ കല്ലേറുണ്ടായി. തുടർന്ന് പോലീസും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തെരുവിലേറ്റുമുട്ടി. ലാത്തിചാർജ് നടത്തിയ പോലീസ് ജലപീരങ്കിയും പ്രയോഗിച്ചു. ഇന്നലെ ബത്തേരിയിൽ മന്ത്രിസംഘത്തിന് നേരെ യൂത്ത് കോൺഗ്രസ് കരികൊടി കാണിച്ചിരുന്നു. വന്യമൃഗശല്യത്തിനെതിരെ വൻ പ്രതിഷേധമാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വയനാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. UDF നടത്തിയ രാപകൽ സമരം ഇന്ന് രാവിലെയാണ് സമാപിച്ചത്. രാഹുൽ ഗാന്ധി ഡൽഹിയിൽ നിന്നെത്തിയിട്ട് പോലും വകുപ്പ് മന്ത്രി വയനാട്ടിൽ എത്തിയിരുന്നില്ല. മുഖ്യമന്ത്രി വയനാട്ടിലെത്തണമെന്നാവശ്യപ്പെട്ടാണ് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ 24 മണിക്കൂർ സമരം നടത്തിയത്. വയനാട്ടിൽ സർക്കാരിന്റെ അനാസ്ഥ കൊണ്ട് ജനങ്ങളെ കാട്ടാനയും കടുവയും കൊന്നുതള്ളുമ്പോൾ മുഖ്യൻ മുഖാമുഖം എന്ന ഉഡായിപ്പ് PR പരിപാടിയുമായി നടക്കുകയാണ്. വയനാട് കളക്ടറേറ്റിന് മുന്നിൽ ഇന്നലെ ആരംഭിച്ച സമരത്തിന്റെ സമാപന സമ്മേളനം AP അനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ഇതിന് പിന്നാലെയാണ് യൂത്ത് കോൺഗ്രസ് കളക്ടറേറ്റ് മാർച്ച് നടത്തിയത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മങ്കൂട്ടത്തിൽ, ജില്ലാ പ്രസിഡന്റ് അമൽ ജോയ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. ഇനി രാഹുൽ മങ്കൂട്ടത്തിലിന്റെ ഉദ്ഘാടന പ്രസംഗത്തിലേക്ക്. ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ വയനാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഈ സമരത്തിന് നേർക്ക് അകാരണമായി യാതൊരുവിധമായ പ്രകോപനങ്ങളുമില്ലാതെ ആദ്യഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ബലപ്രയോഗം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ജലപീരങ്കി പ്രയോഗിക്കുകയും അതിനുശേഷം യാതൊരുവിധമായ മുന്നറിയിപ്പുമില്ലാതെ പ്രകോപനങ്ങളില്ലാതെ ലാത്തിവെച്ച് തല്ലി ഒതുക്കാൻ ശ്രമിക്കുകയും ചെയ്ത ഈ പോലീസ് അധികാരികളോട് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നു, എന്തിനു വേണ്ടിയിട്ടായിരുന്നു യൂത്ത് കോൺഗ്രസ് ഇന്ന് ഈ സമരം ചെയ്തത്? ഞങ്ങളുടെ ആരുടെയെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തിപരമായ പ്രശ്നങ്ങളുടെ പേരിലുള്ള സമരമാണോ? ഞങ്ങളുടെ മാത്രം ഏതെങ്കിലും സംഘടനാപരമായ ഇൻട്രസ്റ്റിന്റെ പേരിലുള്ള സമരമാണോ? ഈ സമരമെന്ന് പറയുന്നത് വയനാട് ജില്ലയിലെ മുഴുവൻ മനുഷ്യന്മാർക്കും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം, അവകാശം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരമാണ്. ഞങ്ങൾ ഈ സമരം ചെയ്യുന്നത് കാട്ടാനയും കാട്ടുപോത്തും കോൺഗ്രസിന്റെ പ്രവർത്തകരെ മാത്രം തെരഞ്ഞുവന്ന് ആക്രമിച്ച് കൊല്ലുന്നതിന്റെ പേരിലല്ല. ഇന്ന് ഞങ്ങളെ തല്ലിയൊതുക്കിയ ഈ പോലീസ് സേമാന്മാരോട് സൂചിപ്പിക്കാനുള്ളത്, കാട്ടുപോത്തിനെന്ത് ഏത്തക്ക എന്ന് പറയുന്ന പോലെ കാട്ടുപോത്തിനെന്ത് പോലീസ് എന്ന് മനസ്സിലാക്കുന്നതായിരിക്കും. ആ കാട്ടുപോത്തും കാട്ടാനയും കാണിക്കുന്ന വിവേകം നിങ്ങളുടെ ആഭ്യന്തരമന്ത്രി വിജയനോ കേരളത്തിന്റെ വനം മന്ത്രി ശശീന്ദ്രനോ കാണിക്കാത്തത് സ്വാഭാവികമാണ്. അവർക്ക് അതിനുള്ള വിവരവും വിദ്യാഭ്യാസവുമേ ഉള്ളൂ. പക്ഷെ പരീക്ഷ പാസായി PSC നിയമനം ലഭിച്ച ഇവിടെ വന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന പോലീസുകാർക്ക് വിജയന്റെ അതേ വിവരമില്ലായ്മ ഒരു പകർച്ചവ്യാധി കണക്കെ പടർന്നതിന്റെ ഭാഗമായിട്ടാണോ ഇതുപോലൊരു ജനകീയ സമരത്തെ അടിച്ചൊതുക്കുവാൻ നിങ്ങൾ തീരുമാനിക്കുന്നത്? ഇനി തിരിച്ചൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഈ അടിച്ചാ ഈ സമരം അങ്ങ് തീരുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അടിച്ചിട്ടെന്താ ഈ സമരത്തെ നിങ്ങൾക്ക് പിരിച്ചുവിടാൻ കഴിയാത്തത്? ഒന്ന് ശ്രമിച്ചു നോക്കുന്നുണ്ടോ? ഈ എന്റെ പിന്നിൽ നിൽക്കുന്ന വലിയ പോലീസ് ബന്ദോബസ്ത് ഉണ്ടല്ലോ, ഈ സമരത്തെ നിങ്ങൾ വിചാരിച്ചാൽ ഒന്ന് ക്ലിയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ക്ലിയർ ചെയ്ത് കാണിക്കുക. ഈ അടിച്ചും ഗുണ്ടായുസം കാണിച്ചും താൻ പൊരുമ കാണിച്ചതിനുമൊക്കെ ശേഷം ഞാനിങ്ങോട്ട് വന്നപ്പോ ഇവിടുത്തെ ഈ ബറ്റാലിയനെ നിയന്ത്രിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞല്ലോ, പ്രസിഡന്റ് ഇവരെ ഒന്ന് പിരിച്ചുവിടണമെന്ന്. അപ്പൊ നിങ്ങൾക്ക് ബോധ്യമുണ്ട്, ഇവര് പിരിച്ചുവിടണമെങ്കിൽ ഈ സംഘടനയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ ഞാൻ തീരുമാനിക്കാതെ ഇവരിവിടെ നിന്ന് പിരിഞ്ഞു പോവുകയില്ല എന്ന് നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. എന്നിട്ട് ഒരു ജനകീയ സമരവുമായി വരുമ്പോ അടിച്ചൊതുക്കാമെന്നാണ് തീരുമാനിക്കുന്നതെങ്കിൽ അങ്ങനെ അടിച്ചാൽ ഒതുങ്ങാനുള്ള പ്രസ്ഥാനമല്ല ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് എന്ന് നിങ്ങളൊക്കെ ഒന്ന് നന്നായി മനസ്സിലാക്കിയാൽ മതി. ഈ സമരം മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു സംഘർഷത്തിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഞങ്ങൾ ആരും ആഗ്രഹിക്കുന്നില്ല. 4 സാധു മനുഷ്യന്മാർ കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന വകുപ്പ് മന്ത്രി ശ്രീ MB രാജേഷും വനം മന്ത്രി AK ശശീന്ദ്രനും ഈ മരണപ്പെട്ട ആളുകളുടെ വീട്ടിലേക്ക് പോയപ്പോ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി ചോദിച്ച ഒരു ചോദ്യമുണ്ടല്ലോ, അജീഷിന്റെ മകളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അജീഷിന്റെ മകൾ ചോദിച്ചൊരു ചോദ്യമുണ്ടല്ലോ, ഈ സർക്കാരിനെ കൊണ്ട് ഒരാനയ്ക്ക് മയക്കുവടി വെക്കാനെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ എന്ന സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് പോലും ചോദിക്കേണ്ടി വന്ന ഈ സർക്കാർ പരാജയമാണെന്ന് സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് തന്നെ പറയേണ്ടി വന്ന സാഹചര്യമാണ് വയനാട് ജില്ലയിലുള്ളത്. പിണറായി വിജയൻ എന്തോ പറഞ്ഞു എന്ന് കരുതി, അല്ലെങ്കിൽ അങ്ങ് കളക്ടർ AC ചേംബറിൽ കറങ്ങുന്ന കസേരയിലിരിക്കുന്ന
രേണുരാജ് എന്തോ ഉത്തരവിട്ടു എന്ന് കരുതി ഞങ്ങളുടെ മെക്കിട്ട് കയറാൻ വരുന്ന പോലീസുകാരോട് പറയട്ടെ, അങ്ങനെ ഫ്രീ ആയി കയറാൻ ഞങ്ങളുടെയൊക്കെ നെഞ്ചകം നാഷണൽ ഹൈവേ അല്ല, ഞങ്ങൾ കൂടി തീരുമാനിക്കും ഈ വയനാടിന്റെ ക്രമസമാധാനം എങ്ങനെ പോകണമെന്ന്. ഇവിടെ ഞങ്ങളുടെ പ്രശ്നം എന്താ? റോട്ടിലൂടെ ഇറങ്ങിയാൽ കാട്ടാനയും കാട്ടുപോത്തും കടുവയും കുത്തിക്കൊല്ലുന്നു. ആശുപത്രികളിലേക്ക് ചെന്നാൽ ഡോക്ടർമാരുടെ നിസ്സംഗതയിൽ രോഗികൾ കൊല്ലപ്പെടുന്നു. അതിനൊക്കെ ശേഷം ഞങ്ങൾക്ക് പ്രതിഷേധിക്കാം ഈ നാടിന് വേണ്ടി എന്ന് വിചാരിച്ചാൽ പോലീസുകാർ തല്ലിക്കൊല്ലുന്ന നാടായി വയനാട് മാറുമ്പോ ഈ സർക്കാർ മിഷനറികളെല്ലാം നോക്കുകുത്തികളായി നിൽക്കുന്നു എന്ന് കരുതി അങ്ങനെ നോക്കിയിരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, അയാൾ കഴിഞ്ഞ ദിവസം കോഴിക്കോട്ടുണ്ടായിരുന്നല്ലോ. പുതിയൊരു PR എക്സൈസ്, ഒരു പുതിയ തട്ടിപ്പുമായിട്ട് എന്താ പറയുന്നത്? മുഖാമുഖം. ഞാൻ ചോദിച്ചോട്ടെ, ഈ അജീഷിന്റെ വീട്ടിൽ, പോളിന്റെ വീട്ടിൽ അവരുടെ ഉറ്റവർ, അവരുടെ ഉടയവർ, അവരുടെ മക്കൾ, അവരുടെ മാതാപിതാക്കൾ അവരെ ഒന്ന് മുഖാമുഖം കണ്ട് ഈ പ്രശ്നങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കി അവരുടെ ആവലാതികൾ, അവരുടെ സങ്കടങ്ങൾ ഒന്ന് കേൾക്കണമെന്ന് എന്തുകൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് തോന്നാത്തത്? ഇനി നാളെ ഏതെങ്കിലും PR ഏജന്റ് പറയുകയാണ് അജീഷിന്റെ മകളെ ഒന്ന് ചേർത്ത് പിടിച്ചാൽ അതുകൊണ്ട് നിങ്ങൾക്കൊരു ഇമേജ് മേക്ക് ഓവർ ഉണ്ട് എന്ന് പറഞ്ഞാൽ മാത്രമേ പിണറായി വിജയൻ വയനാട്ടിലേക്ക് വരുമെന്ന് ഞങ്ങൾക്കറിയാം. വിജയൻ വരാതെ 2 മന്ത്രിമാരെ പറഞ്ഞു വിട്ടിരിക്കുക. എന്തെങ്കിലും യാഥാർത്ഥ്യബോധമുള്ള ആളുകളാണോ കേരളത്തിന്റെ മന്ത്രിമാർ? MP രാജേഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ മന്ത്രി, അയാൾ പിണറായി വിജയന്റെ മന്ത്രിസഭയിൽ മന്ത്രിയായിരിക്കുന്നത് കൊണ്ടാണോ ഇങ്ങനെ വിവരക്കേട് പറയുന്നത്? കാരണം ആ മന്ത്രിസഭയിലെ അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് 10ാം ക്ലാസും ഗുസ്തിയും വിവരക്കേടുമായതുകൊണ്ട് അതിനു മുകളിൽ യോഗ്യത തനിക്ക് പാടില്ല എന്നുള്ളതുകൊണ്ടല്ലേ ഈ വയനാട്ടിലെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ട് ജീവാശങ്കയിൽ ജീവിക്കുന്ന മനുഷ്യന്മാരോട് വന്നിട്ട് പറഞ്ഞത് കാട്ടിന്റെ നടുവിൽ ഈ ആടിനെയും കോഴിയുമെല്ലാം കൊണ്ടുവന്നിടുന്നത് കൊണ്ടാണ് ഇവിടേക്ക് കടുവയും ആനയും ഒക്കെ വരുന്നതെന്ന്. ഇയാളുടെയൊക്കെ തലയ്ക്കകത്ത് ചേറാണോ എന്ന് ചോദിക്കാൻ പോലും ആ തലയ്ക്കകത്ത് ഇടമില്ലാത്ത സ്ഥലമായി മാറിയിരിക്കുകയല്ലേ. ഇനി പോട്ടെ, മന്ത്രി പറഞ്ഞ യുക്തിക്ക് കടുവ വരുന്നത് ആടിനെ പിടിക്കാനാണെന്ന് പറയാം, കാട്ടാന വരുന്നത് ആരെ പിടിക്കാനാ സാർ? ഇനി ഈ വയനാട്ടിലെ എല്ലാ പച്ചിപ്പും വെട്ടിക്കളഞ്ഞാലേ ആന ഇവിടേക്ക് വരാതിരിക്കത്തുള്ളൂ എന്ന പുതിയ സിദ്ധാന്തവുമായിട്ടാണോ നിങ്ങൾ വരുന്നത്? അതിലും ഭേദം ഒരു കാര്യം പറയൂ, വയനാട്ടിലെ ജനങ്ങൾക്ക് ശ്വാസം വിടാൻ ഈ നാട്ടിൽ ഓക്സിജൻ ഉള്ളതുകൊണ്ടാണ് ഇവർ ജീവിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇവർ കൊല്ലപ്പെടുന്നത്. അതുകൊണ്ട് വയനാട് ജില്ലയിൽ ഓക്സിജൻ അങ്ങ് നിരോധിച്ചേക്കാം എന്നൊരു വങ്കത്തര MP രാജേഷ് പറഞ്ഞാൽ പോലും നമുക്ക് അത്ഭുതപ്പെടാനില്ല. കാരണം രാജേഷ് വിജയന്റെ മന്ത്രിസഭയിലെ അംഗമായതുകൊണ്ട് വിവരക്കേട് തന്നെയായിരിക്കും മുഖമുദ്ര. ഇതുപോലെ ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള മന്ത്രിമാരെ വയനാട്ടിലെ ജനത അല്ലെങ്കിൽ തന്നെ ദുഃഖമനുഭവിക്കുമ്പോ ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഇതുപോലുള്ള വിവരദോഷികളായ മന്ത്രിമാരെ വയനാട്ടിലേക്ക് പറഞ്ഞു വിടുന്നത്? വേറെ ഒരുത്തനുണ്ട്, കേരളത്തിന്റെ വനം മന്ത്രി. ഇതുപോലൊരു ടോട്ടൽ നോൺസെൻസ്, ഇതുപോലൊരു അട്ടർ വേസ്റ്റ്, ഏതോ കാലത്ത് വേസ്റ്റ് ബിന്നിൽ തള്ളേണ്ടവനെയൊക്കെ ഇന്ന് കേരളത്തിന്റെ വനം വന്യജീവി മന്ത്രിയായിട്ട് വെച്ചിരിക്കുക. ഒരു കാര്യം ഞാൻ നിങ്ങളോട്, വയനാട്ടിലെ ജനതയെ ആക്രമിക്കുന്ന കാട്ടുമൃഗങ്ങൾ ഒരുപാടുണ്ട് എങ്കിലും നിങ്ങളോട് ഐക്യപ്പെട്ടുകൊണ്ട് തന്നെ പറയട്ടെ, നമ്മളെ ആക്രമിക്കാൻ വരുന്ന കാട്ടുപോത്തും കാട്ടാനയും ശശീന്ദ്രനേക്കാൾ എന്തുകൊണ്ടും ഭേദമാണ് എന്ന് അയാൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വശത്ത് കാട്ടാനയും കാട്ടുപോത്തും, മറുവശത്ത് കാടിന്റെ ചുമതലയുള്ള മന്ത്രി, ഇവരെല്ലാം കൊണ്ടും ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യന്മാരുടെ ജീവിതം ദുസ്സഹമായി മാറിയിരിക്കുന്ന ഈ സമയത്ത് അതിശക്തമായ പ്രക്ഷോഭങ്ങളുമായി ഈ നാട്ടിലെ വയനാടൻ ജനതയുടെ ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി സമരം ചെയ്യുന്ന യൂത്ത് കോൺഗ്രസിന്റെ മുഴുവൻ സഹപ്രവർത്തകരെയും ഹൃദയാഭിവാദ്യം ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ പുൽപ്പള്ളിയിൽ സമരം നടത്തി, നിങ്ങൾ DFO ഓഫീസിലേക്ക് സമരം നടത്തി, നിങ്ങൾ മന്ത്രിയെ വഴിയിൽ തടഞ്ഞു, നിങ്ങൾ ഇന്ന് കളക്ടറുടെ ഓഫീസിലേക്ക് സമരവുമായി വന്നു. ഈ പോലീസ് സേമാന്മാരോട് പറയട്ടെ, ഇപ്പൊ 100-500 പേരുണ്ടല്ലോ, പറ്റുമെങ്കിൽ 5000 പേരുടെ ഒരു ബറ്റാലിയനുമായിട്ട് വാ. രേണുരാജിന്റെ ചേംബറിലേക്ക് കടക്കാൻ ഞങ്ങളൊന്ന് തീരുമാനിച്ചാൽ ആ ചേംബറിൽ പോയി കുത്തിയിരുന്നിട്ട് ഈ സമരം അവസാനിപ്പിക്കുകയുള്ളൂ. അതുകൊണ്ട് അങ്ങനെയൊന്നും ഞങ്ങളെ പ്രകോപിപ്പിക്കാനായിട്ട് തൽക്കാലം പോലീസുകാർ നിൽക്കണ്ട. അങ്ങനെയൊക്കെ ഞങ്ങളെ വെല്ലുവിളിക്കാൻ ആർജവമുള്ള പോലീസുകാർ ഇന്ന് സേനയിലില്ല എന്ന നല്ല ബോധ്യം ആ ഉശിര് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷൻ എന്ന നിലയിൽ എനിക്കുണ്ട് എന്റെ സഹപ്രവർത്തകരെ പറ്റി. അതുകൊണ്ട് അമ്മാതിരി ഗുണ്ടായുസൊന്നും വേണ്ട. ഇവിടേക്ക് കടന്നു വന്നപ്പോ എന്റെ സഹപ്രവർത്തകർ ചോരയിൽ മുങ്ങി നിൽക്കുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടത്. അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഏതോ ഒരു SI, ഏതോ ഒരു CI യാതൊരുവിധമായ മുന്നറിയിപ്പുമില്ലാതെ, യാതൊരുവിധമായ പ്രകോപനവുമില്ലാതെ ഇങ്ങോട്ട് നേരിട്ടിറങ്ങി ആക്രമിക്കുകയായിരുന്നു എന്ന്. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട്
ഈ പോലീസും യൂത്ത് കോൺഗ്രസും തമ്മിലുള്ള ഫൈറ്റ് ഞങ്ങളൊന്ന് താഴെ വെച്ചേക്കുക. സ്ഥിരമായി ഞങ്ങൾ അങ്ങനെ ക്ലീഷേ ഡയലോഗ് അടിച്ചു പോകുന്നവരല്ല. കാലം കണക്ക് ചോദിക്കുമെന്ന വർത്തമാനം പറയാനും ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ നിന്റെയൊക്കെ കണക്ക് വീട്ടണമെങ്കിൽ വീട്ടാൻ ഒരു കാലത്തിന് വേണ്ടിയും കാത്തിരിക്കാൻ യൂത്ത് കോൺഗ്രസ് ഒരുക്കമല്ല എന്ന് മാത്രമാണ് സൂചിപ്പിക്കുന്നത്. ഇത് ഒരു താക്കീതായി തന്നെ ഈ ഉദ്യോഗസ്ഥന്മാരങ്ങ് എടുത്തോണം. എടുത്താൽ നിങ്ങൾക്ക് കൊള്ളാം, അല്ലെങ്കിൽ നന്നായി ബുദ്ധിമുട്ടേണ്ടി വരുമെന്ന് ഈ പ്രിയപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സൂചിപ്പിക്കുന്നു. ഈ സമരം നിങ്ങൾക്ക് കൂടി വേണ്ടിയിട്ടുള്ളതാണ്. ഈ സമരം നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നാളെ നിങ്ങളുടെ വീടിന്റെ മുറ്റത്ത് നിങ്ങളൊക്കെ ഞങ്ങളെ തല്ലാനായി വടിയുമേന്തിക്കൊണ്ട് വരുമ്പോ നിങ്ങളുടെ കുഞ്ഞുമക്കൾ വീടിന്റെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഇതുപോലെ കാട്ടാൻ അജീഷിന്റെ വീട്ടിലേക്ക് വന്നതുപോലെ വരുന്നത്, ഇതുപോലെ കടുവ കയറി വരുന്നത്, ഇതുപോലെ കാട്ടുപോത്ത് കയറി വരുന്നത്. അതൊക്കെ വരാതിരിക്കാൻ സർക്കാരിനെ ഉണർത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സമരം ചെയ്യുന്നത്. ആ ബോധ്യം യൂണിഫോം ഇട്ടതും ഇടാത്തതുമായ സകല ഉദ്യോഗസ്ഥന്മാർക്കും ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരത്തിന് എല്ലാവിധമായ ധാർമ്മികമായ പിന്തുണയും ഐക്യദാർഢ്യവും അഭിവാദ്യവും അർപ്പിച്ചുകൊണ്ട് ഈ സമരം, ഈ ധർമ്മസമരം ഔപചാരികതയുടെ പേരിൽ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.